രാജ്യം കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരനെ വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യാസൂത്രകൻ മൂസ സുലൈമാൻ എന്ന മൂസ ഫോജിയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ചത്. ദശിഗാമിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരനെ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, ഒരുപക്ഷെ പാർലമെന്റിൽ ഈ ചർച്ച നടക്കുന്നതിന് തൊട്ടു മുൻപായി തന്നെയാണ് കശ്മീരിൽ ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിൽ മതം നോക്കി ആളുകളെ കൊല്ലാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ, വസ്ത്രമുരിഞ്ഞ് പരിശോധന നടത്തിയ ആ കൊടും ഭീകരനെയാണ് വധിച്ചിരിക്കുന്നത്. രാജ്യം ഈ വാർത്തയ്ക്ക് വേണ്ടി ഒരുപക്ഷെ കാതോർത്തിരുന്ന സന്ദർഭമാണ്. ഇത്തരത്തിൽ ഈ ഭീകരർ എവിടെ? ഈ കൊലപ്പെടുത്തിയ ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞോ എന്ന് പ്രതിപക്ഷം നിരന്തരം ചോദ്യം ഉന്നയിക്കുമ്പോൾ വളരെ കൃത്യമായ ഉത്തരം കാശ്മീരിൽ നിന്നും വരികയാണ്, ദശിഗാമിൽ നിന്നും വരികയാണ്. ശ്രീകാന്ത്, നീലിമ, ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ആ ഘട്ടം മുതൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്നതാണ്, എവിടെയാണ് ഈ ഭീകരർ ഉള്ളത്? നിങ്ങൾക്ക് എത്ര നാശനഷ്ടമുണ്ടായി? ഇന്ത്യയുടെ സൈന്യത്തെ തന്നെ സംശയമുനയിൽ നിർത്തിയാണ് ഈ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു കൊണ്ടിരുന്നത്, കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. ഇതാ അവർക്കുള്ള ഉത്തരം. കണ്ണു തുറന്ന് കാണൂ. ഓപ്പറേഷൻ മഹാദേവിലൂടെ ദശിഗാമിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ ആസൂത്രകൻ, സൂത്രധാരൻ മൂസ സുലൈമാൻ എന്ന മൂസ ഫോജിയെ ഭാരതത്തിന്റെ സൈനികർ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തിനുള്ള സന്ദേശം എന്നതിനപ്പുറം, രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന സന്ദേശം എന്നതിനപ്പുറം ഇത് പ്രതിപക്ഷത്തിന് നേരെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം നിങ്ങളൊരു പക്ഷേ എല്ലാം മറക്കാം, പക്ഷേ ഇന്ത്യക്കകത്ത് വന്ന് ഇന്ത്യയിലെ പൗരന്മാരെ മതം നോക്കി വെടിവെച്ചു കൊന്ന് അവരുടെ ജീവിക്കാനുള്ള അവകാശം കവർന്നെടുത്താൽ ഒരു കാരണവശാലും സൈന്യം അത് പൊറുക്കില്ല, സൈന്യം അത് മറക്കില്ല എന്നുള്ള അവരുടെ ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റിയിരിക്കുന്നു. അവർ മുന്നറിയിപ്പ് നൽകുകയാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തിനു കൂടി. അതായത് തങ്ങളുടെ ജോലി തങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. സൈന്യം ദശിഗാമിലെ ഏറ്റുമുട്ടലിൽ ഇന്ത്യ ഇപ്പോൾ നേടിയിരിക്കുന്നത് വലിയ മുന്നേറ്റമാണ്. കാരണം ഈ TRFന്റെ തന്നെ കമാൻഡർ, ലഷ്കർ എ തോയ്ബയുടെ കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ നാളുകളായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നമ്മൾ നടത്തുന്നതായിരുന്നു. ഇയാൾ ഈ ഭീകരാക്രമണം നടത്തി നമ്മുടെ 26 പൗരന്മാരുടെ ജീവൻ എടുത്തവനാണ്. അയാൾക്കൊപ്പം കൊല്ലപ്പെട്ട ഒരാൾ ഈ കേസിൽ ഉൾപ്പെട്ടയാൾ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ സൈന്യം. അതിനിട്ട പേര് തന്നെ ഏറ്റവും മനോഹരമായിരുന്നു. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിട്ടാണ് ഇപ്പോൾ സൈന്യം ഈ ഓപ്പറേഷൻ നടത്തിയത് തന്നെ. അതായത് രാജ്യത്തിനകത്ത് കയറി അടിച്ച, ഈ രാജ്യത്തിന്റെ മണ്ണിൽ കയറി ഈ രാജ്യത്തെ പൗരന്മാരെ കൊലപ്പെടുത്തിയ, ഈ രാജ്യത്തെ പൗരന്മാരോട് മതം ചോദിച്ചു കൊലപ്പെടുത്തിയ ആളുകളെ ഇതാ രാജ്യം മറുപടി നൽകിയിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയിരിക്കുന്നു. ഈ ഭീകരരെ, 3 ഭീകരരെ നിലവിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ശ്രീകാന്ത് തുടരുക. ജിഷ്ണു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ജിഷ്ണു, ആ സ്ഥലങ്ങളെല്ലാം ജിഷ്ണുവിന് പരിചിതമാണ്. ദശിഗാം ഫോറസ്റ്റിലാണ്, ആ കൊടുങ്കാട്ടിലാണ് ഈ ഭീകരർ ഒളിച്ചിരുന്നത്. അവിടെയാണ് ഓപ്പറേഷൻ മഹാദേവയിലൂടെ ഈ ഭീകരരെ കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. ഇപ്പോൾ ശ്രീകാന്ത് നൽകിയ വിവരമനുസരിച്ച് സുലൈമാനിയുടെ വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഒപ്പം കൊല്ലപ്പെട്ടിട്ടുള്ള 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ തന്നെയാണ്. അതിൽ ഒരാളുടെ പേര് പുറത്തു വന്നിരിക്കുന്നു, ഹാരിസ്. മറ്റേയാളുടെ പേര് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം വളരെ കൃത്യമായി പറയുന്നു, ഇവിടെ പാകിസ്ഥാനുമായി എന്ത് ബന്ധം? പി ചിദംബരം പോലും ചോദിക്കുകയാണ്, പാകിസ്ഥാനെ എങ്ങനെയാണ്, പാകിസ്ഥാൻ പൗരരാണ്, പാകിസ്ഥാൻ ഭീകരരാണ് ഇക്കാര്യം ചെയ്തത് എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായ മറുപടി സൈന്യം തന്നെ ഓപ്പറേഷൻ മഹാദേവയിലൂടെ നൽകിയിരിക്കുകയാണ്. ജിഷ്ണു, നിലിമ, ഓപ്പറേഷൻ മഹാദേവ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് സൈനിക നടപടികളിൽ ഏറ്റവും നിർണായകമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് TRFന്റെ കമാൻഡർ ഹാഷിം മൂസ എന്ന കൊടും ഭീകരനാണ്. അതായത് ലഷ്കർ ഇ തോയ്ബയുടെ ജമ്മു കാശ്മീർ പതിപ്പാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന TRF. ഈ TRF ആയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുത്തിരുന്നത്. ഈ TRFന്റെ ജമ്മു കാശ്മീരിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന TRF
എഫിന്റെ കമാൻഡർ ഹാഷിം മൂസയാണ് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇയാൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുള്ള അല്ലെങ്കിൽ നേരിട്ട് ആ ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഭീകരനാണ് എന്നുകൂടി സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ഓപ്പറേഷൻ നീലിമ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്തെ ഭീകരർക്കുള്ള മറുപടിയോടൊപ്പം തന്നെ രാജ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് കൂടിയുള്ള മറുപടിയാണ്. പഹൽഗാം ഭീകരാക്രമണവും അതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളാണ് നടത്തിയതെന്നും അതിന് കൃത്യമായ മറുപടി ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകി എന്നുള്ളതും വിദേശകാര്യ മന്ത്രാലയവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പറയുമ്പോൾ അത് അവിശ്വസിച്ചുകൊണ്ട് സൈന്യത്തിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിയ പ്രതിപക്ഷത്തിന് കൂടിയുള്ള മറുപടിയാണ് ഭീകരർക്കുള്ള കനത്ത മറുപടി. അതോടൊപ്പം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് കൂടിയുള്ള മറുപടിയാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ശ്രീനഗർ മേഖലയിൽ ജമ്മു പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസ് ഈ മൂസയുടെ മരണം, ഹാഷിം മൂസയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പഹൽഗാമിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇയാൾ ഒപ്പം 3 പേർ ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്, ഭീകരർ തന്നെയാണ് ഇന്ന് ഓപ്പറേഷൻ മഹാദേവയിലൂടെ സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നത്, വകവരുത്തിയിരിക്കുന്നത് എന്ന് ജമ്മു കാശ്മീർ പോലീസിന്റെ സ്ഥിരീകരണം കൂടി വരികയാണ്. ജിഷ്ണു, നീലിമ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ TRFന്റെ കമാൻഡർ, ലഷ്കർ ഇ തോയ്ബയുടെ ജമ്മു കശ്മീർ പതിപ്പായിട്ടുള്ള TRFന്റെ കമാൻഡർ ഹാഷിം മൂസയാണ് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൊടും ഭീകരൻ, ഒപ്പം TRFന്റെ പ്രവർത്തനങ്ങൾ ജമ്മു കശ്മീരിൽ നിയന്ത്രിച്ചിട്ടുള്ള ഭീകരൻ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള, അതിന് പ്രാദേശികമായി സഹായം നൽകുകയും അതിന് പ്രാദേശികമായി ഗൂഢാലോചന നടത്തുകയും ലഷ്കർ ഇ തോയ്ബയും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയുമാണ് പഹൽഗാമിന്റെ ഗൂഢാലോചന നടത്തിയതെങ്കിൽ അത് ഗ്രൗണ്ട് ലെവലിൽ നടപ്പാക്കുന്നതിന് ഗൂഢാലോചന നടത്തുകയും പ്രാദേശികമായി അത് ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുള്ള TRFന്റെ കമാൻഡർ ഹാഷിം മൂസയാണ് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള കൊടും ഭീകരൻ. കൂടാതെ പാക് പൗരത്വമുള്ള ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബാക്കി 3 പേരുടെ പേര് വിവരങ്ങൾ ഉടൻ തന്നെ സൈന്യവും ജമ്മു കശ്മീർ പോലീസും പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് സൈനിക നടപടികളിൽ ഏറെ നിർണായകമായ ഓപ്പറേഷൻ എന്ന് നമുക്ക് ഓപ്പറേഷൻ മഹാദേവിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ശ്രീനഗറിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ഈ ഹർവാനി മേഖലയിൽ വൻ ആയുധശേഖരവുമായാണ് ഈ 4 സംഘം തമ്പടിച്ചിരുന്നത്. അതായത് സൈന്യം വ്യക്തമാക്കുന്നത് മറ്റൊരു ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് തമ്പടിച്ചിട്ടുള്ള ഭീകരരെയാണ് ഇപ്പോൾ സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ വകവരുത്തിയത് എന്നാണ് സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സൈന്യത്തിന്റെ ഭാഗത്തുനിന്നൊരു ഔദ്യോഗികമായിട്ടുള്ള വാർത്താ സമ്മേളനമോ പ്രതികരണമോ അടുത്ത മണിക്കൂറുകളിൽ ഈ ഒരു ഓപ്പറേഷൻ മഹാദേവ് പൂർത്തിയാക്കിയതിനു ശേഷം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ആ വേളയിൽ കൊല്ലപ്പെട്ട ഭീകരരുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ, ഓപ്പറേഷൻ മഹാദേവിന്റെ പൂർണ്ണ വിവരങ്ങളും സൈന്യം പുറത്തുവിടും. ഏതായാലും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ജമ്മു കശ്മീർ പതിപ്പായിട്ടുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡറും കൊടും ഭീകരനും പഹൽഗാമിൽ രാജ്യത്തിന്റെ പൗരന്മാരെ മതം ചോദിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിട്ടുള്ള, അതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഹാഷിം മൂസ എന്ന കൊടും ഭീകരനെയാണ് ഇപ്പോൾ സൈന്യം വകവരുത്തിയത് എന്നാണ് ജമ്മു കശ്മീർ പോലീസും സൈനിക വൃത്തങ്ങളും നൽകുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കൊല്ലപ്പെട്ട 3 ഭീകരരിൽ പാക് പൗരന്മാരുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിർത്തി കടന്നെത്തിയ പാക് പൗരന്മാരുൾപ്പെടെ വൻ ആയുധശേഖരവുമായി വനമേഖലയിൽ തമ്പടിച്ച മറ്റൊരു ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ള സംഘത്തെയാണ് വളരെ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മു കശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ മഹാദേവിലൂടെ വകവരുത്തിയത്. ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഹർവാനി മേഖലയിൽ പരിശോധനയും ഏറ്റുമുട്ടലും നടക്കുന്നതോടൊപ്പം തന്നെ ജമ്മു ശ്രീനഗർ ദേശീയപാതയും ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട റോഡുകളിലും ഒപ്പം ഹർവാനി മേഖലയ്ക്ക്, ആ വനമേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും സൈന്യവും ജമ്മു കാശ്മീർ പോലീസും പരിശോധന നടത്തുകയാണ്. മറ്റൊരു തരത്തിൽ പ്രകോപനമോ അല്ലെങ്കിൽ ഭീകരാക്രമണമോ ഭീകരരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയോ തകർക്കുന്നതിനുള്ള പരിശോധനയും നിരീക്ഷണവും നടത്തിക്കൊണ്ടാണ് ഓപ്പറേഷൻ മഹാദേവ് നടത്തിയിട്ടുള്ളത്. 3 മണിക്കൂറിലധികം നീണ്ടുന്ന ഏറ്റുമുട്ടലിനൊടുവിലാണ് ഹാഷിം മൂസ, കൊടും ഭീകരൻ ഹാഷിം മൂസ ഉൾപ്പെടെ 4 ഭീകരർ, അത് ലഷ്കർ ഇ തോയ്ബ ഭീകരരാണ്. TRFന്റെ കമാൻഡർ, TRF ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ ജമ്മു കശ്മീർ പതിപ്പ്. ജമ്മു കശ്മീരിൽ ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന കമാൻഡറെയാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊടും ഭീകരരെയാണ് വധിച്ചിട്ടുള്ളത്.